ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി വൈകുന്നേരം 4 മണിക്ക് തൂത്തുക്കുടിയിൽ നിന്ന് വണ്ടിയെടുത്ത് കക്കാടംപൊയിലേക്ക് പോകുന്ന വഴിയാണ്. നല്ല ഫുൾ ടാങ്ക് പെട്രോളെല്ലാം അടിച്ച് നേരെ കക്കാടംപൊയിലേക്ക് പോവുകയാണ്. അതിൻ്റെ ഇടയിൽ അഖിലിന് വിശക്കുന്നതെന്ന് പറഞ്ഞിട്ട് നല്ല ബീഫും ദോശയും അപ്പവും കൂട്ടിയിട്ട് നല്ല അലക്കി മെല്ലെ സാവധാനം വെള്ളമെല്ലാം കുടിച്ച് ചായ നമ്മളെ ഫേവറേറ്റാണ്. എല്ലാ യാത്രയിലും ഇഷ്ടംപോലെ ചായ കുടിക്കും. ഭക്ഷണം കഴിക്കൽ കുറവാണെങ്കിലും യാത്രക്കിടയിൽ ചായ കുടി കൂടുതലാണ്. രാവിലെ 6:30 മണിയെല്ലാം ആയപ്പോൾ തന്നെ നമ്മൾ കക്കാടംപൊയിൽ എത്തി. നല്ല തണുത്ത അന്തരീക്ഷമാണ് ഇവിടുത്തെ ഏറ്റവും നല്ല പ്രത്യേകതയാണ്. നല്ല തണുത്ത അന്തരീക്ഷം. പുലർച്ചെ 4 മണിക്ക് 5 മണിക്കെല്ലാം കോടയെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ കോടേൻ്റെ വീഡിയോസൊന്നും നമുക്ക് എടുക്കാൻ സമയമില്ലായിരുന്നു. കാരണം 4 മണിക്ക് വണ്ടി എടുത്ത് ഇറങ്ങിയതാണ്. തലേന്ന് രാത്രി ഡ്യൂട്ടിയും കഴിഞ്ഞ് ഉറക്കവുമില്ല. രാത്രിത്തെ ഡ്യൂട്ടിയും കഴിഞ്ഞ് ഉറങ്ങാതെ രാവിലെ ജസ്റ്റ് പാക്കിംഗ് എല്ലാം ചെയ്ത് ഡ്രസ്സെല്ലാം അടക്കി ഒതുക്കി ബാഗിൽ പാക്ക് ചെയ്തിട്ട് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ വേറെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. കക്കാടംപൊയിലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നാൽ ഈ കുത്തനെയുള്ള കയറ്റം, നല്ല കാട് പിടിച്ച അന്തരീക്ഷം. നമ്മൾ വണ്ടിയിലെടുത്ത് പോകുമ്പോൾ മാക്സിമം എക്സ്പ്ലോർ ചെയ്യും. ഇതിപ്പോൾ ഞാൻ ഈ കയറ്റം കണ്ടപ്പോൾ തന്നെ അഖിലിനെ മേലിലേക്ക് നടക്കാൻ വേണ്ടി പറഞ്ഞിട്ട് വണ്ടി കയറ്റുന്ന ഒരു സീനാണ്. വളരെ രസകരമായ ഒരു റോഡ്, അതേപോലെ തന്നെ ഒരു രസകരമായ ഒരു അറ്റ്മോസ്ഫിയറാണ് കക്കാടംപൊയിൽ നമുക്ക് തരുന്നത്. പാപം അവൻ കുറേ നേരമായി എൻ്റെ വീഡിയോസും ഫോട്ടോസും എടുക്കാൻ വേണ്ടി വളരെ ക്ഷമയോടെ വീഡിയോയിൽ എടുക്കാൻ വേണ്ടി വണ്ടിയിൽ നിന്ന് കയറി ഇറങ്ങി കളിക്കും. തൽക്കാലം ഇനി കുറച്ച് ദൂരമെങ്കിലും അവനെ കയറ്റി നമുക്ക് യാത്ര ചെയ്താൽ ഭയങ്കര ഒരു നല്ല അന്തരീക്ഷമാണ്. നമ്മൾ ഈ വീഡിയോയിൽ നോക്കുമ്പോൾ തന്നെ നമ്മളിങ്ങനെ കയറിക്കൊണ്ടിരിക്കുക. ഒരു 10-25 കിലോമീറ്റർ കക്കാടംപൊയിൽ ഇങ്ങനെ നമ്മൾ മേലയിലേക്ക് കയറി പോകണം. നമ്മളെടുത്തൊരു ലൊക്കേഷനും അത്രയും ഉയരത്തിലുള്ള ഒരു ലൊക്കേഷനാണ്. മരിയ പാരഡൈസിലേക്കാണ് നമ്മളെ ഈ യാത്ര. പിന്നെ അതേപോലെ തന്നെ ഓഫ് റോഡ് എന്ന് വെച്ചാൽ മാരകവും കുറേ സീനറി എല്ലാം വിട്ടുപോയിട്ടുണ്ട്. പെട്ടെന്ന് അവൻ ഇറങ്ങി വണ്ടി തള്ളിയ സീനറിയും കാര്യമെല്ലാം ഉണ്ട്. ഇത് തന്നെ ശരിക്കും പറഞ്ഞാൽ കുറച്ച് ദൂരം കൂടി മാത്രമേ നമുക്ക് ഈ വണ്ടിയിൽ ഇതുപോലെ ഇങ്ങനെ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ പോകുന്നിടത്തോളം വണ്ടി എത്രത്തോളം കയറ്റാൻ കഴിയുമോ എന്നുള്ളൊരു കാര്യം നമുക്കറിയില്ല. പക്ഷെ നമ്മളിങ്ങനെ കയറിക്കൊണ്ട് പോവുക. ഇനി അവിടെ പാർക്കിംഗ് ഉണ്ടോ ഇല്ലയോ അതൊന്നും നമുക്ക് ഒരു ഐഡിയയും ഇല്ല. എന്തായാലും എവിടെയെങ്കിലും ആണെങ്കിൽ ഇതിപ്പോൾ നമ്മൾ കക്കാടംപൊയിൽ ലൊക്കേഷൻ കാണാൻ വേണ്ടി, മരിയ പാരഡൈസിൻ്റെ ലൊക്കേഷൻ കാണാൻ വേണ്ടി പോകുന്ന ഒരു യാത്ര. ഇത് തന്നെ ഇപ്പോൾ വണ്ടീൻ്റെ അടിയെല്ലാം തട്ടിയിട്ട് എടുക്കാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടെല്ലാം ഉണ്ടായിട്ടുണ്ട്. നമ്മളിപ്പോൾ ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുതലുള്ള വണ്ടികളാണ് നമുക്ക് ഈ മരിയ പാരഡൈസിൻ്റെ നമ്മുടെ ഈ ലൊക്കേഷനിലേക്ക് നമുക്ക് വണ്ടി കയറ്റാം. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആൾക്കാർ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു ലൊക്കേഷനിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇനി നമുക്ക് അങ്ങോട്ടേക്ക് വണ്ടി ഒന്നും എടുത്ത് പോകാൻ പറ്റില്ല. അപ്പോൾ അവിടെ ഒരു പാർക്കിംഗ് ഉണ്ട്, പേ പാർക്കിംഗ് ആണ്. 10-20 രൂപ കൊടുത്താൽ നമുക്ക് അവിടെ വണ്ടി വെച്ചിട്ട് ഇതേപോലെ നടക്കാം. പിന്നെ ജീപ്പ് ഓഫ് റോഡ് ഉണ്ട്. നമ്മളിപ്പോൾ തൽക്കാലം ലൊക്കേഷൻ കാണാൻ പോകുന്നതുകൊണ്ട് ഓഫ് റോഡൊന്നും നമ്മൾ സെലക്ട് ചെയ്തിട്ടില്ല. നമ്മളിങ്ങനെ ഈ കാടിനെ ഒന്ന് ആസ്വദിച്ച് പോവുക. നാളെ പറ്റുമെങ്കിൽ നമുക്ക് ഓഫ് റോഡ് ജീപ്പ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളൊരു ബേസാണ്. നമ്മളൊരു 10-45 ആൾക്കാർ മരിയ പാരഡൈസിൽ ഒരുമിച്ചിട്ട് കൂടാൻ വേണ്ടി പോകുന്നതിന് മുമ്പ് ആ ലൊക്കേഷനെ കുറിച്ച് നമ്മൾ അറിയണമല്ലോ. ഒരു യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ ഒരുപാട് ആളുകൾ കേരളത്തിൻ്റെ അങ്ങൊന്നും ഇങ്ങൊന്നും വരുന്ന ഒരുപാട് ആളുകളല്ലേ. അതുകൊണ്ടാണ് ഈ ലൊക്കേഷൻ നല്ല ഒരു ഈ നല്ല മലനിരകളിൽ നിന്ന് ഒലിച്ചു വരുന്ന വെള്ളത്തിൽ തലയും മുടിയും മുഖമെല്ലാം കഴിക്കുമ്പോൾ നമുക്ക് ആ ഒരു കുളിർമയില്ലേ, മുഖത്തെല്ലാം കിട്ടുന്ന ആ ഒരു തണുപ്പ്, അത് വേറെ ഫീലാണ്. ഈ സ്പീക്കറും കൂടി ഉള്ളതുകൊണ്ട് നല്ല പാട്ടെല്ലാം വെച്ച് ആസ്വദിച്ച് കയറാം. ഇതിൻ്റെ ഇടയിലെല്ലാം കുറേ മിസ്സായ കുറേ സീനറി ഉണ്ട്. വയ്യായിരുന്നു, കയറാൻ തീരെ വയ്യായിരുന്നു. പക്ഷേ അടിപൊളിയായിരുന്നു. പിന്നെ ശ്രദ്ധിച്ച് നടക്കണം. ഇതേപോലെ ഇപ്പം ഞാൻ വീണ പോലെ കുയിലെല്ലാം വീഴാൻ ചാൻസ് ഉണ്ട്. നല്ല രസമാണ് ഇങ്ങോട്ടേക്കുള്ള ഒരു യാത്ര. ഈ ഒരു യാത്ര നമുക്ക് തരുന്നൊരു ഫീൽ. നമ്മൾ ഭയങ്കര ടയേർഡായിരുന്നു. ഞാൻ മുന്നേ പറഞ്ഞില്ലേ 4 മണിക്ക് നമ്മൾ വണ്ടി എടുത്ത് ഇറങ്ങിയതാണ്. എന്നിട്ട് അവിടെ നിന്ന് രാവിലെ അവിടെയുള്ള കമ്പനിക്കാരുടെ കൂടെ നമ്മളിതാ മരിയ പാരഡൈസിലേക്ക് പോകുന്ന ട്രക്കിംഗ് ആണ്. അടിപൊളിയാട്ടോ, ഒരു രക്ഷയില്ല. നമ്മളിപ്പോൾ ഇവിടെ ഇപ്പോൾ ജീപ്പ് എല്ലാം ഓഫ് റോഡ് ഉണ്ട്. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നമ്മൾ ഒരു കാട്ടിൽ നിന്ന് ഒരു മരം കഷ്ടമെല്ലാം പൊട്ടിച്ചിട്ടില്ലേ, ഇതേപോലെ ഇങ്ങനെ കുത്തി നടന്നാൽ മതി. അടിപൊളി സെറ്റപ്പാ. രാവിലെ കയറണേ. ഉച്ച വെയിലായി കഴിഞ്ഞാൽ തീരെ രസം ഉണ്ടാവില്ല. ഉള്ള പറയാം.
രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ജസ്റ്റ് ചുമ്മാ മറ്റേ ആ റിസോർട്ട് വിസിറ്റ് ചെയ്യാന്നെല്ലാം പറഞ്ഞിട്ട് കയറിക്കോളി, പ്രശ്നമൊന്നുമില്ല. അത്രയും വൈബ് ഓരോ സീൻ്റെ ഉള്ളിൽ കൂടി വന്നിട്ട്. ഇനിയിപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് അറിയില്ല, ഇതൊന്നും നോക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ പോകുന്നത്. ബാക്കി ഇനിയിപ്പോൾ അവിടെ എത്തിയിട്ടല്ലോ നമുക്ക് ബാക്കി സെറ്റായി കളയാം. ഓരോ വഴിയോരങ്ങളുമില്ലേ നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ ത്രസിപ്പിച്ചുകൊണ്ടിരിക്കുവേ. ചെറിയൊരു പൊടി മഴയും കൂടി ഉണ്ടെങ്കിലേ ഇത് രസമായിരിക്കും. ഇനിയിപ്പോൾ വൈകുന്നേരം അയ്യോ എല്ലാം കൂടി ഒറ്റയടിക്ക് നടക്കൂലോ, വേറെ മൂഡ്. എന്താ ഇടയിൽ ഇവിടെ മറ്റേ കൃഷിയുണ്ട് കേട്ടോ, വാഴത്തോട്ടോ. ശരിക്കും ഒരു കാട്ടിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ നടക്കാം. ആ ഒരു എന്തിപ്പോൾ പറയാ, എന്തായാലും മസ്റ്റായിട്ട് കക്കാടംപൊയിൽ നമ്മുടെ മെരിയ പാരഡൈസ് ഈ ഒരു ട്രെക്കിങ്. ബാക്കി ഇനിയിപ്പോൾ അവിടെ എത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. അപ്പൂപ്പന്താടി അപ്പൂപ്പന്താടിയെന്നും പറഞ്ഞ് നടക്കുന്നതിനെ തോന്നുന്നു. വെള്ളം എടുക്കാൻ മറക്കരുത്. നമ്മളൊരു ബോട്ടിൽ വെള്ളം വാങ്ങിയിട്ടുള്ളൂ, 2 ബോട്ടിൽ വേണ്ടി. കുഴപ്പമില്ല, വെള്ളം എടുത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഒരു ബോട്ടിൽ വെള്ളം എടുക്കുക, ആ ബോട്ടിൽ വെള്ളം കഴിഞ്ഞാൽ ഇവിടെ ഇഷ്ടം പോലെ പൈപ്പ് ലൈൻ ഉണ്ട്. മലയോര വെള്ളങ്ങൾ തന്നെ അല്ല, ഇവിടെ വീടുകൾ കുറവാണെങ്കിൽ കുറച്ചാവുള്ളൂ. അപ്പോൾ ആ വെള്ളം നമുക്ക് ബോട്ടിൽ നിറച്ച് എടുത്ത് കുടിച്ചാലും മതി. വളരെ രസമല്ലേ. നമ്മൾ ട്രക്കിങ്ങിനെല്ലാം പോകുമ്പോൾ എല്ലാവരും ചെയ്യുന്ന പരിപാടീസ് ഇതെല്ലാം തന്നെയാണ്. ശുദ്ധവെള്ളം കിട്ടുമെന്നുണ്ടെങ്കിൽ അവിടെ വെള്ളമൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ നടക്കുക. നല്ല ടയേർഡാണ്. ടയേർഡ് എന്ന് വെച്ചാൽ ഈ സംസാരിക്കുന്നുണ്ടെങ്കിലും ഇടയിൽ നല്ല കിതപ്പുണ്ട്. ഭയങ്കര എന്താ ചെയ്യുക, എന്താ പറയുക, നമ്മളെ ഒരു 4-4.5 കിലോമീറ്റർ ഇതുപോലെ വടിയും കുത്തി ഇങ്ങനെ നടക്കുക. അടിപൊളി അന്തരീക്ഷം, തൊട്ടാവാടി ചെടിയും അതേപോലെ തന്നെ കുറേ പൂക്കളും പിന്നെ വാഴത്തോട്ടങ്ങളെല്ലാം ആയിട്ട് വേറെ ഒരു രസമോ. ഇപ്പോൾ കക്കാടംപൊയിൽ നമ്മൾ വലിയ പൈസ കൊടുത്തിട്ട് നല്ല സ്വിമ്മിംഗ് പൂളുള്ള റിസോർട്ടിലെല്ലാം പോയി താമസിക്കുന്നതിനെക്കാട്ടി എത്രയോ ഭേദം നമുക്ക് ഈ ഒരു യാത്ര തരുന്ന ഒരു ഫീല്, എക്സ്പീരിയൻസ്. അത് ഞാൻ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റൂ. താഴത്തെന്ന് വെച്ചപ്പോൾ 154ാമത്തെ പോസ്റ്റ് നമുക്ക് അടയാളം പറഞ്ഞത്. 124 ആയിട്ടുള്ളൂ. ഇനിയുണ്ട് മോനെ കുറേ നടക്കാം. ഞാൻ പിന്നെ അധികം ട്രെക്കൊന്നും ചെയ്യാത്തോണ്ടായിരിക്കാം ചിലപ്പോൾ എനിക്ക് ഇത്രയും ടയേർഡാവുന്നത്. ഇപ്പൊ പറഞ്ഞില്ലേ നടക്കാന്നെല്ലാം പറയുമ്പോന്ന് വെച്ചാൽ ചില്ലറ കാര്യമല്ല. പിന്നെ ഒരു രസമോ ഇങ്ങനെ നമ്മളെ എൻജോയ് ചെയ്യുക. ഏതൊരു യാത്രയും നമുക്ക് ഇഷ്ടപ്പെടുന്നത് ഇതേപോലെ എൻജോയ് ചെയ്യാൻ വേണ്ടിയാണ്. ഇപ്പോൾ വീയാൻ പോയതാ, പിന്നെ അവിടെ നിന്ന് 19ാം തടവ് പുറത്തിറക്കിയതാ, ഒന്ന് ഇരിക്കാന്ന് വിചാരിച്ച്. നല്ല രസം. പാട്ട് എല്ലാം വെച്ച് വടിയും പിടിച്ച് ഇത് അതിനു മുമ്പ് നമ്മൾ റെസ്റ്റ് എടുത്ത് കുറേ ഡ്രസ്സെല്ലാം കഴിച്ച് ഷർട്ടെല്ലാം ഊരി റെസ്റ്റ് എടുത്ത്. ഇപ്പോൾ വലിയ തട്ടി കഴിച്ചിട്ട് വരുന്ന ലോഡ് 4x4 ആണേ. വരുന്ന വഴുത്തണം അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ആടിയിട്ട് അതിൻ്റെ ഇടയിൽ അയാൾ കല്ല് വെച്ച് കൊടുക്കുന്നുണ്ട് യാത്ര അയാൾക്ക് സുഖമായിട്ട് ഇറക്കാൻ. പക്ഷെ പുള്ളിക്കാൻ്റെ ഒരു ധൈര്യം ആലോചിക്കണേ. ഇത്രയും വലിയ ഓഫ് റോഡ് ഇതൊന്നും അല്ല, ഇതിൻ്റെ അപ്പുറമാണ്. ഇത് തന്നെ ഇപ്പോൾ നമുക്ക് ബൈക്ക് കയറ്റാൻ പറ്റുന്നില്ല, 4x4 മാത്രമേ പോവുള്ളൂ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നതാണ്. അത് അത്രയും മാരകമായിട്ടുള്ള ഓഫ് റോഡായിരിക്കും. ഇപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നൊരു വീഡിയോ മാത്രമാണ് നമ്മളിപ്പോൾ ചെയ്യുന്നുള്ളൂ. കാരണം തന്നെ ഒരുപാട് ടൈം ആവും കേട്ടോ. ആ വണ്ടീൻ്റെ ആ ഒരു ചാഞ്ചാട്ടം ഒന്ന് നോക്കി നോക്കിയ നിങ്ങൾ. അയ്യോ സമ്മതിക്കണം കേട്ടോ അയാളാ. എന്നിട്ട് അയാൾക്ക് ഞാൻ വീഡിയോയിലെടുത്ത് അയാൾ ലാസ്റ്റ് എന്നോട് ആ വീഡിയോ ഒന്ന് അയച്ചു തരുമോ എന്നെല്ലാം ചോദിച്ച് വാട്സപ്പ് നമ്പർ. ഇതിപ്പോൾ ഞാൻ ഫോൺ എടുത്ത്
ഷൂട്ട് ചെയ്ത രീതി ശരിയല്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി അതിൻ്റെ മുന്നിലും പിന്നിലുള്ള കുറച്ച് സ്ക്രീനിൻ്റെ ഭാഗമെല്ലാം കുറച്ച് കട്ടായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ എടുക്കുമ്പോൾ സ്ക്രീനിൽ ഒരുപാട് ഭാഗങ്ങളുണ്ട്. ഇതിപ്പോൾ യൂട്യൂബിൽ കയറ്റാൻ വേണ്ടി ക്രോപ്പ് ചെയ്തപ്പോൾ പറ്റിപ്പോയതാണ്. ഇത് കുറേ ഉണ്ട് അതിൻ്റെ അപ്പുറം ഇപ്പുറം. നല്ല രസം കേട്ടോ നടന്ന് വന്നിട്ട് വേണം അവിടെ എത്താൻ. അയ്യോ ഒന്നും പറയണ്ട ചങ്ങായിമാരെ. എന്താടാ മുഖത്ത എക്സ്പ്രഷനിൽ ഇപ്പൊ ചിരിയായത്? എങ്ങനെ സാധിക്കുന്നടാ എനിക്ക്? എന്ത് വൈബ് പറ. 3 മണിക്ക് വാടാ നമുക്ക് കക്കാടൻ പോയിൽ പോകാന്ന് വിചാരിച്ചതാ. ഇപ്പൊ 11 മണിയായി, രാവിലെ 11 മണിയായി. ഇതുവരെ ഉറങ്ങിയിട്ടുമില്ല. ട്രക്കിങ് പോവുക. അവർക്ക് കമ്പ് കുത്തിയിട്ട് കയറണം പോലും മല. അന്ന് ആയിക്കോട്ടെ, ഏതാണ്ട് ഒരു 5 കിലോമീറ്റർ നടത്തി. ഇനി ഒരു 2 കിലോമീറ്റർ. ഇനിയിപ്പോൾ ഇത് തിരിച്ചിറങ്ങണ്ടേ മിക്കവാറും. ഇനിയിപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ ഗ്ലൂക്കോസിൻ്റെ പൊടിയൊന്നും കിട്ടൂല കേട്ടോ. ഓ 182. അയ്യോ ഓരോ പോസ്റ്റുകളും എണ്ണി അങ്ങനെ അവൻ എത്തി. ഈ ദണ്ഡി യാത്ര എന്നെല്ലാം പറഞ്ഞാൽ ഇതുപോലെ തന്നെ ആയിരിക്കുമല്ലേ? വിളിച്ചോ, വാന്ന് വിളിച്ചോ. മരിയ പാരഡൈസ്. ഇനി എന്തെങ്കിലും പറഞ്ഞോ. പറയാനൊരു വാക്കൊന്നുമില്ല. നമ്മൾ പറയൂലേ, കുറേ നടന്ന് നമ്മളിത് കാണാനുള്ള ആ ഒരു പൂതിൽ വന്നിട്ട് നമ്മുടെ മുമ്പിൽ ആ സാധനം അങ്ങനെ നിൽക്കൂലേ, അപ്പോൾ കിട്ടുന്നൊരു ത്രില്ലുണ്ട്. ഇനി ബാക്കി നമ്മളിവിടെ ക്യാമ്പിങ് ഇത് കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ട് ഇവിടെ നമ്മൾ ക്യാമ്പിങ്ങെല്ലാം നടത്തി ബാക്കി വിശേഷങ്ങൾ ഇനി വീഡിയോസിൽ വരും. ചുറ്റും മലനിരകളാൽ ചുറ്റപ്പെട്ട് നിൽക്കുന്ന മരിയ പാരഡൈസ് നമുക്ക് തരുന്നൊരു ഫീല്. ഒരു രാത്രിയും പകലെല്ലാം ഇവിടെ സ്റ്റേ ചെയ്തിട്ട് എന്തായാലും അതും കൂടി ഒന്ന് ഫീൽ ചെയ്യണം. ഇവിടെ ഇങ്ങനെ ഇരിക്കാം, ഒരു വൈകുന്നേരമെല്ലാം വന്നിരിക്കുക. പിന്നെ രാവിലെ വന്നിരുന്ന നല്ല രസമായിരിക്കും കേട്ടോ. എനിക്ക് തോന്നുന്നു വൈകുന്നേരം ആയിരിക്കും കുറച്ച് കാമം കൂടും. തൊട്ട് ബാക്കിൽ നമ്മുടെ റിസോർട്ട്. എപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് രാത്രി വേണമെങ്കിൽ കയറി ഇരിക്കുമ്പോൾ പാറാറ്റിയിട്ട് വീണ്ടാകുന്നുള്ളൂ. നല്ല രസം, എന്ത് രസമുള്ള സ്ഥലമല്ലേ. ഓ എനിക്ക് ഇരുന്നിട്ട് കൊതിർന്നിട്ടില്ല, അത്രയും അടിപൊളി സ്ഥലം. നമ്മളിപ്പോൾ കക്കാടംപൊയിൽ വന്നിട്ട് എന്തായാലും നിങ്ങളെല്ലാവരും ഒന്ന് ഇത് വിസിറ്റ് ചെയ്യുക. കാരണം ഒരു ദിവസം ഇവിടെ സ്റ്റേ ചെയ്യുക, ക്യാമ്പ് ഫയർ ഇടുക, അടിച്ച് പൊളിക്കുക. അത് വേറൊരു വൈബായിരിക്കും. അതുപോലെ തന്നെ നമുക്കിവിടെ നാച്ചുറൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ട് കേട്ടോ. അതായത് മലനിരകളിൽ നിന്ന് വരുന്ന വെള്ളം സ്വിമ്മിംഗ് പൂളിലേക്ക് വന്ന് അത് അൺലിമിറ്റഡ് അവിടെ വെള്ളം വന്നുകൊണ്ടിരിക്കും, വെള്ളം പോയിക്കൊണ്ടിരിക്കും. എന്നും ആ സ്വിമ്മിംഗ് പൂള് ഫുള്ളായിരിക്കും. നിങ്ങൾക്ക് ഏത് ക്ലൈമറ്റിൽ പോയി കഴിഞ്ഞാലും ഈ സ്വിമ്മിംഗ് പൂള് എക്സ്പ്ലോർ ചെയ്യാം. അവിടെ നോക്കുന്ന ഒരു ഹിന്ദിക്കാരുണ്ട്, അവൻ വളർത്തുന്ന ഒരു പപ്പിയാണ്. ബാക്കിയിൽ ആ പപ്പീൻ്റെ കൂടെ ഇങ്ങനെ കളിച്ചുകൊണ്ട് പോകും. എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ പേടിയാണ്, കടിക്കുമോ എന്നുള്ളൊരു പേടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് ഇപ്പോൾ ഇങ്ങനെയെല്ലാം കളിക്കുമ്പോൾ തന്നെ എനിക്ക് പേടിയാണ്. അല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ അടുത്തെല്ലാം പോയിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസെല്ലാം എടുത്തേനായിരുന്നു. ഇവൻ്റെ അത്രം ഈ ഒരു കാര്യത്തിൽ ഇവൻ്റെ അത്രം ധൈര്യം എനിക്കില്ല. പക്ഷെ നല്ല സ്നേഹമുള്ള പപ്പിയാണെന്ന് തോന്നേട്ടാ. അതെന്തോ പല്ലില്ല എന്നായിട്ടോ പറയുന്നുണ്ട് അതിനവന്. അതുകൊണ്ട് കടിച്ചാലൊന്നും ആവൂല എന്നെല്ലാം പറയുന്നുണ്ട്, എനിക്കറിയില്ല. നമ്മുടെ ക്യാമ്പിങ് സൈറ്റെല്ലാം വിസിറ്റ് ചെയ്ത് ഈ ട്രക്കിങ് അടിപൊളിയായിരുന്നു, ഒരു രക്ഷയില്ല. അപ്പോൾ നമ്മളെ ക്യാമ്പിങ് സൈറ്റ് വിസിറ്റിംഗ് എല്ലാം കഴിഞ്ഞ് നല്ല അടിപൊളി ട്രക്കിങ്. പിന്നെ അവിടെ പോയിട്ട് നല്ല അടിപൊളി അറ്റ്മോസ്ഫിയർ. എന്തായാലും ഇനിയിപ്പോൾ കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കണ്ടല്ലോ,
നമുക്കിനിയിപ്പോൾ നാളെ ഇനി ഇത് എത്രത്തോളം സക്സസ്ഫുൾ ആകുമെന്ന് നമുക്ക് നാളെ അറിയാം. നാളെയാണ് നമ്മുടെ ഒരു ഗാദറിങ് വരുന്നത്. അപ്പോൾ ബാക്കി നമുക്ക് നാളെ കണ്ടറിയാം. ഇത്രയും നല്ലൊരു മനോഹരമായ പ്ലേസ് എല്ലാം നമ്മളൊരു ഗ്രൂപ്പായിട്ട് എൻജോയ് ചെയ്ത് അടിച്ച് പൊളിക്കാൻ പോവാ. അപ്പം ചങ്ങായിമാരെ, നമ്മൾ ഇന്നിപ്പോൾ വിസിറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ പ്രോഗ്രാം ശരിക്കും നാളെയാണ്. ഇനിയിപ്പോൾ ഇത് കണ്ട് ഇഷ്ടപ്പെട്ട് എന്തായാലും നമ്മൾ ഗ്രൂപ്പായിട്ട് ഇവിടെ അടിച്ച് പൊളിക്കാൻ വേണ്ടി നാളെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അപ്പം എല്ലാവരും കൂടി നേരിട്ട് കണ്ട ആൾക്കാരുണ്ട്, കാണാത്ത ആൾക്കാർ, എല്ലാ ആൾക്കാരുണ്ട്. നമ്മളിനിയിപ്പോൾ നാളെ ഇവിടെ ഈ പ്രോഗ്രാം നടത്തിയിട്ട് ബാക്കി അഭിപ്രായങ്ങൾ പറയാം. അല്ല എ ടു സെഡ് എന്തായാലും ഈ വീഡിയോയിലുണ്ടാവും. നമുക്ക് ബാക്കി അപ്പോൾ പ്രോഗ്രാമിന് ശേഷം പാക്കണം. താറിട്ട റോഡാണ്, റോഡിനടുവാണ്, വീടിനടയാളം സീമക്കൊന്ന, വീടിനടയാളം സീമക്കൊന്ന. പിന്നെ മറ്റേ വരി എന്താ, പച്ചിലയിട്ട് അറിയോ? ശരിക്കും പറഞ്ഞാൽ പൊടിയോ ഇതെല്ലാം തട്ടിയിട്ട് മുഖമെല്ലാം നോക്കി രസമാണ്. നല്ല ക്ഷീണമുണ്ട്, മുഖത്ത് കറക്റ്റ് കാണിക്കുന്നുണ്ട്. എന്തായാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യ്, ലൈക്ക് ചെയ്യ്,